അനാലിസിസ് ഓഫ് റേറ്റ്സിൽ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞ പോർഷനിൽ KTUവിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് മെയ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വർക്ക് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഗിവൺ മെറ്റീരിയൽസ് required for 1:1.5:3 concrete and analyze the unit rate using the details given below. ഇപ്പോൾ നമുക്കൊരു ടേബിൾ കോളം തന്നിട്ടുണ്ട്. ടേബിൾ കോളത്തിനകത്ത് കണ്ടോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്ന പോർഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 20 mm കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് M³ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാൻഡും M³ കാൽക്കുലേറ്റ് ചെയ്യണം. സിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സിമെൻറ്റ് ടേൺസിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ റേറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ലേബേഴ്സിനെ പറ്റിയും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മേസൺ, മാൻ, വിമൻ, മാൻ ഫോർ ലിഫ്റ്റിംഗ് മെറ്റീരിയൽസ് അവരുടെ റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഓരോ ഐറ്റത്തിനെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, സിമെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെയും എമൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്ന പോർഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് സിമെൻറ്റ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് മിക്സ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. 1:1.5:3 എന്നുള്ള മിക്സ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ സം ഓഫ് പാർട്സ് കിട്ടും. സം ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ 1 + 1.5 + 3 and that will be equal to 5.5. അപ്പോൾ സം ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ 5.5 ആണ്. ഇനി നമുക്ക് അതിനകത്തുനിന്ന് ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കാം. സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിമെൻറ്റിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്? 1 പാർട്ടേ സിമെൻറ്റ് ഉള്ളൂ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ നമുക്കുള്ള ടോട്ടൽ പാർട്സ് എത്രയാണ്? 5.5. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ്. നമുക്ക് ഈ ആക്യുറേറ്റ് എമൗണ്ട് എടുത്താൽ പോയിട്ട് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 52% എക്സ്ട്രാ എടുക്കണം. അങ്ങനെ എടുക്കാനൊന്നും ക്വസ്റ്റ്യനിൽ പറയത്തില്ല, പക്ഷെ നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 1 m³ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 52% എക്സ്ട്രാ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇൻറ്റു 1.52. 1 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 1.52. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.267 m³. ഇനി ഈ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്തിലാണ് വേണ്ടത്? മീറ്റർ ക്യൂബിലല്ല, ടെണ്ണിലാണ് വേണ്ടത്. അപ്പോൾ ടെണ്ണിൽ കിട്ടാനായിട്ട് നമുക്ക് M³ കിട്ടിയ വാല്യൂവിനെ ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് 1440 kg/m³. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിലോഗ്രാമിൽ കിട്ടി. ഇനി കിലോഗ്രാമിൽ കിട്ടിയ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ ടൺസിലേക്ക് വരും. 0.4 tons. സോ നെക്സ്റ്റ് ആണ് ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റ് എത്ര പാർട്സ് ഉള്ളത്? 1.5 പാർട്സ് ആണുള്ളത്. 1.5. നമുക്കുള്ള ടോട്ടൽ പാർട്സ് 5.5. 1 ഡിവൈഡഡ് ബൈ 1.5 ഡിവൈഡഡ് ബൈ 5.5. ഇതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ 52% എക്സ്ട്രാ 1.52 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ കിട്ടുന്നത് 0.41 m³. ഇനി അതേ കണക്ക് തന്നെ കോഴ്സ് അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോഴ്സ് അഗ്രിഗേറ്റ് എത്ര പാർട്സ് ആണ്? 3 പാർട്ടാണുള്ളത്. ടോട്ടൽ പാർട്സ് 5.5. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 1.52. എന്താ? 52% എക്സ്ട്രാ എടുക്കണം. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.83 m³. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടിയിരിക്കുന്ന പോർഷൻസ് എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു. സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി 0.4 tons, fine aggregate is 0.41 and quantity of coarse aggregate 0.83 m³. ഇനി നമുക്ക് ആ ടേബിൾ കോളം വരയ്ക്കാം. ടേബിൾ കോളം വരയ്ക്കുമ്പോൾ സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ് ആൻഡ് എമൗണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എമൗണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടും. അപ്പോൾ 0.83 ഇൻറ്റു 1300 ചെയ്യുമ്പോൾ 1709. 0.41 into 1200 ചെയ്യുമ്പോൾ 429. 0.4 into 5700 ചെയ്യുമ്പോൾ 2280. Mason 0.2 into 500 ചെയ്യുമ്പോൾ 100. Man 1 into 450 450.
3.5 into 450, 1575. Man for lifting material 0.2 into 450, 90. ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് സൺറൈസ് ഒന്നും ക്വസ്റ്റിനിൽ കൊടുത്തിട്ടില്ല, പക്ഷെ 1 m³ ആണ് നമ്മൾ എടുക്കുന്ന കോൺക്രീറ്റ്. അപ്പോൾ സൺറൈസ് അതുകൊണ്ട് നമ്മൾ എത്ര എടുത്തു? 50 ആയിട്ട് അസ്യൂം ചെയ്തു. ഞാൻ പറഞ്ഞു 1 m³ ആണെങ്കിൽ 50 to 75 ഇടയ്ക്കുള്ള ഒരു വാല്യൂ എടുക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് എടുത്തത് 50. ഇതിന് ടോട്ടൽ എടുക്കുക. അപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് പ്ലസ് ഫൈൻ അഗ്രിഗേറ്റ് പ്ലസ് സിമെന്റ് പ്ലസ് മേസന്റെ ചാർജ്, മാൻ്റെ ചാർജ്, വിമന്റെ ചാർജ്, മാൻ ഫോർ ലിഫ്റ്റിംഗ് മെറ്റീരിയൽസ് പ്ലസ് സൺറൈസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ വാല്യൂ. ഈ ടോട്ടൽ വാല്യൂവിൻ്റെ 1% ആയിരിക്കും നമുക്ക് എടുക്കുന്ന വാട്ടർ ചാർജസ്. അപ്പോൾ ടോട്ടൽ വാല്യൂ 1% കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1 divided by 100. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിൻ്റെ ഇൻറ്റു 1 divided by 100. ഇനി നമുക്ക് ആ ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഈ ടോട്ടൽ വാല്യൂ 6106 പ്ലസ് 61.16 ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വാല്യൂ, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6177.16. ഈ കിട്ടിയിരിക്കുന്ന ടോട്ടൽ വാല്യൂവിൻ്റെ 15% ആയിരിക്കും കോൺട്രാക്ടർ പ്രോഫിറ്റ് ആൻഡ് ഓവർ ഹെഡ് ചാർജസ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുക? 15% കിട്ടാനായിട്ട് ഇൻറ്റു 15/100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 926.57 rupees. Therefore, total cost of 1 m³ plain cement concrete എന്ന് പറയുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ടോട്ടൽ ചാർജ് 6177.16 പ്ലസ് 926.57. ഈ രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, 7103.73 rupees. അപ്പോൾ ലംസം മാത്രം സൺറൈസ് ഓർത്തിരിക്കുക. സൺറൈസ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടില്ല എങ്കിൽ അത് 1 m³ 50, 10 m³ ആണെങ്കിൽ 500 വെച്ചാൽ ആ റേഞ്ച് 50 to 75 അല്ലെങ്കിൽ 500 to 750 ഫോർ 10 m³, ആ റേഞ്ചിൽ അസ്യൂം ചെയ്യുക. യൂഷ്വലി നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്നത് 50 അല്ലെങ്കിൽ 1 m³ 50യും 10 m³ 500 ആയിട്ടാണ് എടുക്കുന്നത്, മിനിമം വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇത് ഡിസംബർ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ടാബുലർ കോളം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, പകരം എല്ലാ കാര്യങ്ങളും എക്സ്പ്ലനേഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: വർക്ക് ഔട്ട് ദ യൂണിറ്റ് റേറ്റ് ഫോർ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് വർക്ക് in 1:6 cement sand mortar for 10 m³ broken stone 12.5 m³ at rate rupees 8,000 per meter cube, river sand 4.2 m³ at rate 1,200 per meter cube, cement 1,000 kg at rupees 8,000 per ton, 12.5 mason at rupees 750 per each, 10.5 man at rupees 650 per each, and 11 women at rupees 550 per each. അപ്പോൾ ടാബിൾ കോളം തരാത്തത് കൊണ്ട് നമുക്ക് ഫസ്റ്റിലെ ടാബിൾ കോളം വരയ്ക്കണം. അപ്പോൾ ടാബിൾ കോളത്തിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ളത്? സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ് ആൻഡ് എമൗണ്ട്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ്. നമുക്ക് കോൺക്രീറ്റ് ചെയ്യുന്നത് എത്രയാണ്? 10 m³ ആണ് കോൺക്രീറ്റ്, 1 m³ അല്ല, 10 m³. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്രോക്കൺ സ്റ്റോൺ ആണ്. ബ്രോക്കൺ സ്റ്റോൺ എന്ന് വെച്ചാൽ കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി 12.5 ആണ്, നമ്മുടെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. ഇപ്പോൾ ബ്രോക്കൺ സ്റ്റോൺ 12.5 യൂണിറ്റ് മീറ്റർ ക്യൂബ്. റേറ്റ് കൊടുത്തിട്ടുണ്ട് 800 per meter cube. അപ്പോൾ ഒരു മീറ്റർ ക്യൂബിൻ്റെ റേറ്റ് 800, അതാണ് 800 rupees കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് റിവർ സാൻഡ്. റിവർ സാൻഡ് 4.2 m³. ഇപ്പം നമ്മുടെ ക്വാണ്ടിറ്റി 4.2, യൂണിറ്റ് m³ ആണ്. ഇത് m3 എന്ന് എഴുതിയിരിക്കുന്നത്, m3 അല്ല, m³. പിന്നെ റേറ്റ് 1,200. ഇനി സിമെന്റ് ശ്രദ്ധിക്കണം, സിമെന്റ് കിലോഗ്രാമിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ റേറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ? ടെണ്ണിലാണ് റേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കിലോഗ്രാമിൽ എന്തിലേക്ക് മാറ്റുക? ടെണ്ണിലേക്ക് മാറ്റുക. അപ്പോൾ ടെണ്ണിലേക്ക് മാറ്റാൻ കിലോഗ്രാമിന്റെ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? 1. റേറ്റ് 8,000. ഈ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ്. അപ്പോൾ എല്ലായിടത്തും ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എമൗണ്ട് വാല്യൂസ് കിട്ടും. ഇനി അടുത്തത് ലേബർ ചാർജസ്. ലേബർ ഏതൊക്കെയുള്ളത്? മേസന്റെ കോസ്റ്റ്
rupees 750 per each. 12.5 mason ആണ്. 12.5 mason at rupees 750 per each. 12.5 mason rupees 750 per each. അപ്പോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ 12.5 into 750. ഇനി മാൻ്റെ നോക്കിക്കേ, 10.5 man at rupees 650 per each. 10.5 man 650 per each. 10.5 into 650. 11 women at 550 per each. 11 women 550. 11 into 550 6050. അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, സൺട്രീസ് ആഡ് ചെയ്യണം. സൺട്രീസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് എന്തറിയാം, 10 m³ ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 10 m³ ആണെങ്കിൽ നമുക്ക് വാല്യൂ, സൺട്രീസിൻ്റെ വാല്യൂ എത്രത്തോളം അസ്യൂം ചെയ്യാം, 500 to 750 റേഞ്ചിൽ അസ്യൂം ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്നത് 500 എന്ന് പറഞ്ഞ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. ബ്രോക്കൺ സ്റ്റോൺ പ്ലസ് സിമെന്റ് പ്ലസ് റിവർ സാൻഡ് പ്ലസ് മേസൺ പ്ലസ് മാൻ പ്ലസ് വിമൻ പ്ലസ് സൺട്രീസ്, അത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ ടോട്ടൽ എമൗണ്ട് 45,790 rupees. ആ ടോട്ടൽ എമൗണ്ടിൻ്റെ വാട്ടർ ചാർജ്, ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 1% ആണ് വാട്ടർ ചാർജ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു 1 divided by 100. Therefore 457.9 rupees. ഈ ടോട്ടൽ എമൗണ്ട് എടുക്കുക, കണ്ടേ ഈ ഒരു ടോട്ടൽ എമൗണ്ട് പ്ലസ് 457.9 rupees ടോട്ടൽ എമൗണ്ട്. ഇനി ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ 15% ആണ് നമ്മുടെ കോൺട്രാക്ടർ പ്രോഫിറ്റും ഓവർ ഹെഡ് ചാർജസും. അപ്പോൾ കോൺട്രാക്ടർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് 46,247.90, അതിൻ്റെ 15% എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇൻറ്റു 15 divided by 100. അപ്പോൾ 6,937.18. 3 digits വേണ്ട, 2 digits മതി. ഇനി ടോട്ടൽ എമൗണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതാണ്ട് ഈ ടോട്ടൽ പ്ലസ് കോൺട്രാക്ടർ പ്രോഫിറ്റ്. Therefore our amount will be 53,185.09 rupees ആണ്. അപ്പോൾ 10 m³ പ്രിപ്പയർ ചെയ്യാനുള്ള എമൗണ്ട് ആണ് 53,185.09 rupees. അപ്പോൾ 1 m³ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്യുക, 5318.51. അപ്പോൾ നമ്മൾ എപ്പോഴും റേറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ അവസാനം ഫൈനൽ ആൻസർ 1 m³ വേണ്ടിയിട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് വാല്യൂ. 1 m³, 10 m³ 100 m³ ഒക്കെ തന്നാലും നമ്മുടെ ഫൈനൽ ആൻസർ എഴുതേണ്ടത് എപ്പോഴും 1 m³ എഴുതേണ്ടത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡിസംബർ 2019 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഡെവലപ്പ് റേറ്റ് അനാലിസിസ് ഫോർ DSR. DSR എന്ന് വെച്ചാൽ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. Item number 5.3, reinforced cement concrete work with 1:1.5:3, 3 graded stone aggregate 20 mm nominal size. In beams, suspended floor, roof slab having slope up to 15-degree landing, above plinth level up to floor 5 level, excluding the cost of centering, shuttering, finishing and reinforcement. സോ ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആണ്. ഇതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമുക്ക് അനാലിസിസ് ഓഫ് റേറ്റ്സിൽ നമ്മുടെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി, മെറ്റീരിയൽസിൻ്റെ റേറ്റ്, ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇത് ആ വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് മെറ്റീരിയൽ നോക്കാം. മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് 20 mm അഗ്രിഗേറ്റ് 0.57 m³ at rupees 1,300 per m³. The 10 mm aggregate 0.28 m³ at rupees 1,300 per m³. Ni coarse and fine aggregate 0.425 m³ at rupees 1,200 per m³. Portland cement 400 kg at rupees 5,700 per ton. അപ്പോൾ ഇവിടെയും സിമെന്റ് കൊടുത്തിരിക്കുന്നത് കിലോഗ്രാമിലാണ്. അതിലെന്തിലേക്ക് മാറ്റണം, അതിനെ ടണ്ണിലേക്ക് മാറ്റണം. കിലോഗ്രാമിനെ ടണ്ണിലേക്ക് മാറ്റാനായിട്ട് ഡിവൈഡഡ് ബൈ 1000. ഇനി അടുത്തത് ലേബർ ചാർജസ് കൊടുത്തിട്ടുണ്ട്. ലേബർ ചാർജ് കൊടുത്തിരിക്കുന്നത് മേസണ് 0.24 at rupees 467 per day, ബെൽദാറിന് 2.75 at rupees 368 per day, വിഷ്ടി 0.9 at rupees 407 per day, കൂലി 1.88 at rupees 368 per day. ഇത്രയും കാര്യങ്ങളാണ് ലേബർ ചാർജിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാരീസ് പ്രൊവിഷൻസ്.
Carriage provision എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ഈ സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് ആണ് കാരേജ് പ്രൊവിഷൻസ്. സോ സ്റ്റോൺ അഗ്രിഗേറ്റിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് 0.85 m³ at rupees at the rate rupees 103.77. കോഴ്സ് അഗ്രിഗേറ്റിന്റെ 0.425 m³ ട്രാൻസ്പോർട്ട് ചെയ്യണം at rupees 103.77 per m³. എന്ന് വെച്ചാൽ ഒരു m³ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള റേറ്റ് ആണ് 103.77. നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട എമൗണ്ട് ആണ് 0.85 m³. ഈ പോർട്ട്ലാൻഡ് സിമെന്റ് 0.4 ടൺ അതാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു ടൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന റേറ്റ് ആണ് 92.24 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഹയർ ചാർജ് ഫോർ കോൺക്രീറ്റ് മിക്സർ. കോൺക്രീറ്റ് മിക്സർ ഒക്കെ വാടകയ്ക്ക് എടുക്കുന്ന റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 0.08 at rupees 800 per day. ഈ വൈബ്രേറ്റർ നീഡിലും ഒക്കെ ഹയർ ചാർജിനകത്ത് വരുന്നതാണ്, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നതാണ്. rupees 0.08 at rupees 350 per day. ഇനി ഇത് കണ്ടോ, ഇവിടെ സൺറൈസിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ മാത്രം എടുത്താൽ മതി, അവിടെ അസ്യൂം ചെയ്യാനൊന്നും പോണ്ട. 4.13 at rupees 4.30 at the rate rupees 1.73. ഈ ക്വസ്റ്റ്യന് പറയുന്നുണ്ട് അഡോപ്റ്റ് വാട്ടർ ചാർജസ്, കോൺട്രാക്ടർ പ്രോഫിറ്റ് ആൻഡ് ഓവർഹെഡ് ചാർജസ് ആസ് പെർ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് 2016 പ്രൊവിഷൻസ്. സോ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് അനുസരിച്ച് വാട്ടർ ചാർജും കോൺട്രാക്ടർ പ്രോഫിറ്റും എടുക്കാൻ ഈ ക്വസ്റ്റ്യനിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. നേരത്തെ രണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിനകത്തും ഇങ്ങനെയൊന്നും പറയുന്നില്ല, വാട്ടർ ചാർജ് എടുക്കാനും കോൺട്രാക്ടർ പ്രോഫിറ്റ് എടുക്കാനും ഒന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും സൺറൈസ് കൊടുത്തിട്ടില്ലെങ്കിൽ സൺറൈസ് എടുക്കണം, വാട്ടർ ചാർജ് എടുക്കണം, കോൺട്രാക്ടർ പ്രോഫിറ്റ് എടുക്കണം. ഇതെല്ലാം എടുക്കുന്നത് ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് 2016 വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ സ്പെഷ്യലി മെൻഷൻ ചെയ്യണമെന്നില്ല, ബിക്കോസ് നമ്മുടെ സിലബസിൽ പറയുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലം എല്ലാം ചെയ്യേണ്ടതെന്ന് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാബിൾ കോളം വരയ്ക്കാം. ടാബിൾ കോളം വരയ്ക്കുമ്പോൾ സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ് ആൻഡ് എമൗണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽസ് വാല്യൂസ് എല്ലാം അത് കണക്കിന് എഴുതുക. മെറ്റീരിയൽ 20 mm അഗ്രിഗേറ്റ്, 10 mm അഗ്രിഗേറ്റ്, കോഴ്സ് ആൻഡ് പോർട്ട്ലാൻഡ് സിമെന്റ്. ഈ ക്വാണ്ടിറ്റിയും യൂണിറ്റും റേറ്റും ക്വസ്റ്റ്യനിൽ നോക്കി എഴുതുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായിരുന്നു, 20 mm അഗ്രിഗേറ്റ് 0.57 m³, 1300. അപ്പോൾ ക്വാണ്ടിറ്റി 0.57, റേറ്റ് 1300. ഇനി 10 mm അഗ്രിഗേറ്റ് 0.28 ആയിരുന്നു, 1300. കോഴ്സ് ആൻഡ് 0.425 റേറ്റ്. പോർട്ട്ലാൻഡ് സിമെന്റ് ക്വാണ്ടിറ്റി 0.4, റേറ്റ് 5700. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ഈ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന അതേ കണക്ക് തന്നെ കോപ്പി ചെയ്യുക. ഈ ലേബർ 0.24, 467 പെർ ഡേ. അതാണ്ട് 0.24 യൂണിറ്റ് ഡേയിൽ, റേറ്റ് 467. ബൽദാർ, ബിഷ്ടി. സോ ബിഷ്ടിയുടെയും യൂണിറ്റ് ഡേ ആണ്, ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്, യൂണിറ്റ് ഡേയിലാണ്. ഇനി എമൗണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് എടുത്താൽ മതി. ഇനി അടുത്തത് കാരേജ് പ്രൊവിഷൻ ആണ്. കാരേജ് പ്രൊവിഷനും സ്റ്റോൺ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും പോർട്ട്ലാൻഡ് സിമെന്റും. ഇവിടെ നമുക്ക് 40 mm 10 mm രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട, ബിക്കോസ് ക്വസ്റ്റ്യനകത്ത് ടോട്ടൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരേജ് പ്രൊവിഷൻസ് ബിലോ 40 mm 0.85 m³, റേറ്റ് 103.77 rupees. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് 10ഉം 20 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട. ക്വാണ്ടിറ്റി 0.85 m³, റേറ്റ് 103.77. 0.85 എമൗണ്ട് 103.77. കോഴ്സ് ആൻഡ് പോർട്ട്ലാൻഡ് സിമെന്റ്. ഇനി കോൺക്രീറ്റ് മിക്സിന്റെ ഹയർ ചാർജും വൈബ്രേറ്റിംഗ് നീഡിൽ ചാർജും. കോൺക്രീറ്റ് മിക്സർ 0.08 at rupees 800, വൈബ്രേറ്റിംഗ് നീഡിൽ 0.08 at rupees 350. ഹയർ ചാർജ്. ഈ വൈബ്രേറ്ററിന്റെ ചാർജ് 0.08, 350. ഇനി എമൗണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. റേറ്റും ക്വാണ്ടിറ്റിയും റേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടും. ഈ സൺറൈസിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് 14.3 at the rate rupees 1.73 യൂണിറ്റ് ലംസം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 24.74 കിട്ടി. സോ ഇത് ജസ്റ്റ് വാല്യൂസ് അതേ കണക്ക് ടാബിൾ കോളത്തിലേക്ക് കോപ്പി ചെയ്യുവാണ്, അതുകൊണ്ടാണ് ഇത്രയും സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത ടോട്ടൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ മുകളിൽ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം ആഡ് ചെയ്യാം. എന്തൊക്കെ ആഡ് ചെയ്യണ്ടേ,
20 mm aggregate materials in there, 20 mm, 10 mm, coarse sand, Portland cement, mason, Beldar, Vishti, Cooley, carriage provisions in stone aggregate, coarse aggregate, Portland cement, higher charges, vibrator, sundries. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 6363.16. ആ ടോട്ടൽ എമൗണ്ടിന്റെ 1% ആണ് വാട്ടർ ചാർജ്. അപ്പോൾ എന്ത് ചെയ്ത് ഇതേ ഇൻറ്റു 1/100 ചെയ്യുമ്പോൾ 63.63 അതാണ് വാട്ടർ ചാർജ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ ടോട്ടൽ എമൗണ്ട് 6363.16 പ്ലസ് 63.63. That will be equal to 6426.79. ഇനി എന്ത് ചെയ്യണം? ഈ ടോട്ടൽ എമൗണ്ടിന്റെ 15% ആണ് നമ്മുടെ കോൺട്രാക്ടർ പ്രോഫിറ്റ് ആൻഡ് ഓവർഹെഡ് ചാർജസ്. അപ്പോൾ 6426.79 ഇൻറ്റു 15/100 ചെയ്യുമ്പോൾ കോൺട്രാക്ടർ പ്രോഫിറ്റ് കിട്ടും. അതാണ് 964.02 rupees. ഇനി ടോട്ടൽ വർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കോൺട്രാക്ടർ പ്രോഫിറ്റ് പ്ലസ് നമ്മുടെ ഈ ടോട്ടൽ എമൗണ്ട് ഇത് രണ്ടും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ വർക്കിന്റെ എമൗണ്ട് കിട്ടുന്നത്. 7390.81 rupees total amount. And cost for 1 n cube 7390.81 rupees.